സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ശ്ലീഹന്മാർ ഇന്നലെ ഒരു അടയാളം ആരാഞ്ഞു. ഇതിന് ഇന്ന് സങ്കീർത്തനം 98 ഉത്തരം നൽകുകയാണ്. ദൈവത്തിൻ്റെ വിജയത്തിൻ്റെ അടയാളങ്ങൾ, നിപ്ലാവോത്ത്. ഇതും ഒരു പുതിയ കീർത്തനമാണ്, ഉദ്ധാനത്തിൻ്റെ കീർത്തനം. പുറപ്പാട് വഴിയിൽ ചെങ്കടൽ തീണ്ടിയതിൻ്റെ ഓർമ്മ മോശ ചെങ്കടൽ തീരത്ത് നിന്ന് പാടിയ ഗീതം പോലെയാണിത്. പുറപ്പാട് 15 ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ കീർത്തിക്കുന്ന ഒന്ന്. ദൈവിക പെരുമ, ഗ്രാൻഡ്, അവിടുന്ന് ചെയ്ത മഹാവിസ്മയമായ കാര്യങ്ങൾ, മാർവൽസ്, ഇതെല്ലാം വിളിച്ചോതുന്ന ഒരു സങ്കീർത്തനം. ഇന്നലെ ശിഷ്യർ അമ്പരന്ന് വാവിളർന്നു നിന്ന ദേവാലയത്തിൻ്റെ വിസ്മയങ്ങൾക്കപ്പുറം ദൈവം തന്നെ വിസ്മയത്തിൻ്റെ പൂർണിമ. ഈ ധരയിലെ നമ്മുടെ ആത്മീയ പോരാട്ടങ്ങൾക്ക് സുനിശ്ചിതമായ വിജയം നൽകുന്ന ദൈവത്തിൻ്റെ അതീശത്വം തന്നെയാണ് ഈ വിജയചിഹ്നം. ഇന്ന് പുറപ്പാടിൻ്റെ ഓർമ്മയുണർത്തുന്നുണ്ട് വെളിപാട് 15. വെളിപാട് 4 എന്നതുപോലെ തന്നെ ശ്രീഹ ഒരു പളുങ്ക് കടൽ കാണുന്നുണ്ട് ഇവിടെ, ക്രിസ്റ്റൽ സീ. കടൽ ഗഹനവും എന്നാൽ തെളിമയില്ലാത്തതുമാണ്. പരപ്പിലും ആഴങ്ങളിലും അത് നിരവധി അപ്രതീക്ഷിതമായ അപകടങ്ങളും നിഗൂഢതകളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രമരാഹിത്യത്തിൻ്റെ ഒരു രൂപകമായി കടലിനെ വിശുദ്ധ ഗ്രന്ഥം പലപ്പോഴും കുറിക്കുന്നത് കെയോസ്. ആ ക്രമരാഹിത്യത്തിന്മേലാണ് ദൈവം അർത്ഥവും ക്രമവും ഒക്കെ വിരിച്ചത് സൃഷ്ടിയിൽ, കോസ്മോസ്. എന്നാൽ ലോകം, അതിൻ്റെ ക്രമം, കോസ്മോസ് എന്ന് കരുതുന്നതെല്ലാം ഒരിക്കൽ വലിയ ക്രമരാഹിത്യങ്ങളായി മാറും. അങ്കലാപ്പുകളും കൺഫ്യൂഷൻസും, കെയോസ്. ക്രിസ്തുവിൻ്റെ രാജ്യം അതുകൊണ്ട് തന്നെയാണ് ഈ ക്രമം കോസ്മോസിൻ്റെതല്ല എന്ന് അവൻ പീലാത്തോസിന് മുൻപിൽ ഏറ്റുപറഞ്ഞത്. ഈ ദിവസങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നതുമാണിത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പളുങ്കുകടൽ ദൈവത്തിൻ്റെ തന്നെ ഒരു അടയാളമാണ്. ആഴവുമുണ്ട്, തെളിച്ചവുമുണ്ട്, ദൈവഹൃദയത്തിൻ്റെ അടയാളം പോലെ. പുറപ്പാടിൻ്റെ വഴിയിലെ ചെങ്കടലിൻ്റെ ഒരു അഭൗമ ദൃശ്യമാണ് ഈ പളുങ്കുകടലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുമുണ്ട്. എസെക്കിയേൽ 1:22 പറയുന്നത് പോലെ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു വിധാനമാണിത്. നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ദൈവസാന്നിധ്യം. കലങ്ങിമറിയുന്ന ഈ ധരയിലെ ജീവിതത്തിലെ വിശ്വാസ പരീക്ഷണങ്ങളും ജീവിത ദുഃഖങ്ങളുമെല്ലാം ഒരു രക്ഷാകര രഹസ്യം കൂടി പേറുന്നുണ്ട് എന്ന് ഈ പളുങ്കുകടൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വേദനകൾ ആഴമറിയാത്തതല്ല, തെളിമയാർന്നതാണ്. അതിനൊരു ദൈവാർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലൂക്ക 21:12 മുതൽ 19 വരെ നാഥൻ ആസന്നമായ ദുഃഖങ്ങളുടെ, പീഡനങ്ങളുടെ, നിരാസങ്ങളുടെ മുഖത്ത് നിന്നുകൊണ്ട് നമ്മളോട് പറയുന്നത്, ഭയപ്പെടേണ്ട. നാഥൻ തന്നെയും തൻ്റെ ആസന്നമായ പീഡാസഹനത്തെയും വിവരിക്കുന്നത് പോലും പുറപ്പാട്, എക്സോഡോസ് എന്നാണല്ലോ. ഈ പുറപ്പാട് വഴിയിൽ ദൈവം പിളർന്നു നൽകുന്ന ചെങ്കടലുണ്ട്, ദൈവം വെളിവാക്കുന്ന കടലാഴങ്ങളുണ്ട്, പളുങ്കുകടൽ സൂചിപ്പിക്കുന്നത് പോലെ.